ബോളിവുഡിൽ കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരുപാട് സിനിമ ഇറങ്ങിയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എല്ലാം പോയി കാണാൻ പറ്റിയില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ചാവ എന്ന് പറഞ്ഞൊരു സിനിമയാണ്, വിക്കി കൗശാലിൻ്റെ ഒരു ഹിസ്റ്റോറിക് ഡ്രാമ സാധനം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റയിൽ റിവ്യൂ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ ചേട്ടാ റിവ്യൂ ചെയ്യണം അന്ന്. അപ്പോൾ അങ്ങനെ ഇന്ന് പോയിട്ട് ചാവ എന്ന് പറയുന്ന സിനിമ കണ്ടു. ഈ സിനിമ കാണുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 1.5 മിനിറ്റ് ജസ്റ്റ് ഒരു 1 മിനിറ്റ് നിങ്ങളൊന്ന് മാറ്റി വെക്കാൻ ഞാൻ ഹിസ്റ്ററി പറയാം. ഛത്രപതി ശിവാജിയെ നിങ്ങൾക്ക് അറിയാലോ, മറാഠ സാമ്രാജ്യം സൃഷ്ടിച്ചിട്ടുള്ള ചരിത്ര യോദ്ധാവാണ്. ചാവ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഈ ഒരു ശിവാജി എന്ന് പറയുന്ന വാരിയറുടെ മകനായിട്ടുള്ള സാംബാജി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുണ്ട്. പുള്ളിയുടെ കഥയാണ്. മറാഠ സാമ്രാജ്യത്തിലെ 2ാമത്തെ ഭരണാധികാരി ശിവാജി സാവന്ത് എന്ന് പറയുന്ന റൈറ്റർ ഇതേ പേരിൽ എഴുതിയിട്ടുള്ള ചാവ എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ട്. ആ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചരിത്രം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ നിങ്ങൾ പോയി കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള റൈഡ് നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, സിനിമ കണക്ഷൻ കിട്ടില്ല, ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല, അതൊന്നാമത് നോർത്തിലുള്ള ആൾക്കാരുടെ കഥയാണ്, നമുക്കറിയാം, നമ്മൾ ചരിത്രത്തിൽ മാത്രം കേട്ടിട്ടുള്ള ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ നമ്മൾക്കത് കുറച്ചെങ്കിലും കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിക് ആയിട്ട് റൈഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1680 മുതൽ 1707 വരെ മറാത്ത മുഗൾ സാമ്രാജ്യങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള ഒരു സീരീസ് ഓഫ് വാർ ഉണ്ട്. ഇതാണ് മറാത്ത മുഗൾ കോൺഫ്ലിക്റ്റ്. ഔറംഗസേബിന്റെ മതപരമായിട്ടുള്ള പീഡനങ്ങളും മറാഠ സാമ്രാജ്യത്തെ ദുർബലപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുമാണ് ഈ സീരീസ് ഓഫ് വാറിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇത്ര അറിഞ്ഞാൽ മതി. ഇത്ര അറിഞ്ഞിട്ട് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് കിട്ടും. പടത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ മാഡക് ഫിലിംസ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ യഷ്രാജ് ഫിലിംസിനെക്കാട്ടി മുകളിൽ കിട്ടില്ല മിനിമം ഗ്യാരണ്ടി തരുന്ന സിനിമകളാണ് മാഡക് ഫിലിംസ് തരുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു യൂണിവേഴ്സ് തന്നെ ഉണ്ട്. നമുക്കറിയാം, സ്ത്രീ ബേഡിയ യൂണിവേഴ്സ് അവരുതാണ്. അതിനുശേഷം ഇവരെ എടുക്കുന്ന എല്ലാ പടങ്ങളും കിടിലം ക്വാളിറ്റിയാണ്. ഞാൻ മാഡം ഫിലിംസിനാണ് പ്രൊഡക്ഷൻ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് അറിഞ്ഞത്, സിനിമയ്ക്ക് കയറുന്നതിന് കുറച്ച് മുന്നേ അറിഞ്ഞത്. കാരണം അതിൻ്റെ ട്രെയിലറൊന്നും ടീസറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയല്ല. കാരണം ഒന്നാമത് വിക്കി കൗശലിനുള്ള ആക്ടർ ആയതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ സ്റ്റാർഡം ഇങ്ങനത്തെ ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് സ്റ്റാർ ഇല്ലാത്ത ഒരാളാണല്ലോ. പക്ഷെ പുള്ളി ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ മോനെ, എന്നെ എന്താ പറയാ, സ്ക്രീൻ പ്രസൻസോ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നടന്നു വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യടേ. പക്ക എന്ന് പറഞ്ഞാൽ പക്ക കാസ്റ്റിങ്. അത് ആ ലെവലിലാണ് പുള്ളിയുടെ സ്വാഗ്. അതിന്റെ കൂടെ AR റഹ്മാന്റെ കുറച്ച് മ്യൂസിക്കൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവിടെ ഡ്യൂണിന്റെ ഒക്കെ സാധനം ഉണ്ട്, സെയിം സാധനം. ആ ഒരു ഹമ്മിങ്ങില്ല എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അത് ഇതേപോലെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവുന്നുണ്ട്. അതായത് ഓക്കെ, ഒരു കോപ്പി എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ഉള്ളത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ഈ ഒരു സീനിൽ കൃത്യമായിട്ട് സിങ്ക് ആവുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബാക്കിയുള്ള മ്യൂസിക് ഐറ്റംസും കാര്യങ്ങളും, സോങ്സ് അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ BGM വർക്ക് പക്ക ആയിട്ട് കിട്ടു സാധനം. ആ രീതിയിൽ നമ്മളിങ്ങനെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലാഗ് അടിക്കും. ആദ്യത്തെ ഒരു 1.25 മണിക്കൂർ കൃത്യം പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ലാഗ് ഉണ്ട്. കാരണം അത് ഫുൾ ചരിത്രം, ആ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യലാണ്. ഞാൻ ഈ പറഞ്ഞ സീരീസ് ഓഫ് വാറിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് സെറ്റ് ചെയ്യലാണ് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ആ ഒരു നമ്മളൊരു ജമ്പ് ഫീൽ ചെയ്യാതെ കൃത്യമായിട്ട് ആ ഒരു വിത്തിൻ ദ ടൈം ലിമിറ്റിൽ എങ്ങനെ അത് കൃത്യമായിട്ട് ഒരു ഫ്ലോയിൽ പറഞ്ഞു കൊടുക്കുന്നുള്ളത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് പടം കയറി കൊളത്തുന്നത്. ആ ലെവലിൽ ഒരു സീരീസ് ഓഫ്, ഞാൻ പറഞ്ഞേ സീരീസ് ഓഫ് വാറിന്റെ സംഭവം കാണിക്കുന്നത് ഒരു സീരീസ് ഓഫ് ആക്ഷൻ സീക്വൻസ് വെച്ചിട്ടാണ്. ഓരോ ആക്ഷൻ സീക്വൻസ് വെച്ചിട്ടാണ്. അത് ഓരോന്നും ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആക്കിയിട്ട് ലൊക്കേഷനും ആ ഒരു മൂഡും ആ ഒരു കൊറിയോഗ്രാഫി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കാണുന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ വലിയ ബാഹുബലിയും RRR എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് പോകണം എന്നല്ല. കാരണം ഇതൊരു വിഷ്വലി സ്റ്റണ്ണിങ് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ അല്ല, ഒരു റിയലിസ്റ്റിക് ആണ് സാധനം. ഡ്രാമ ആക്ഷനാണ്. അതായത് ആ ഒരു ചരിത്ര യോദ്ധാവിൻ്റെ സാംബാജ് മഹാരാജ് എന്ന് പറയുന്ന ഈ ചാവ എന്ന് പറയുന്നതിന് സത്യം പറഞ്ഞാൽ ലയൺസ് കബ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ശിവാജി എന്ന് പറയുന്ന സാമ്രാട്ടിൻ്റെ മകൻ എന്നുള്ള രീതിയിലാണ് ലയൺസ് കബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം, അതുകൊണ്ട് തന്നെ ആ ഒരു ചരിത്രമാണ് അവർ പറയുന്നത്. അതിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റൂല. നമ്മൾ നോവൽ സിനിമയാക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അതിൽ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വർക്ക് കിടിലം പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ലാസ്റ്റ് ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്, ഒരു 1 vs 1000 ഫൈറ്റ് ഒക്കെ ഉണ്ട്. അമ്മേ, അതിൽ ഞാൻ പറഞ്ഞ പുളി വിക്കി കൗശാലിന്റെ പെർഫോമൻസ് ആണ് ആ സിനിമയെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ആ ഫൈറ്റ് കാണുന്ന സമയത്ത് അവസാനം അമ്മേ ആ രീതിയിൽ. എന്നിട്ട് അവിടുന്ന് ആ ക്യാരക്ടറിനെ ടോർച്ചർ ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ലാസ്റ്റ് വരുന്നത്. അതൊക്കെ മേക്കിങ്ങിൽ പ്രൊഡക്ഷനിൽ അവർ ഡീറ്റെയിലിങ് ചെയ്തിരിക്കുന്ന സംഭവമുണ്ട്. ദേഹത്തെ മുറിവുകളൊക്കെ
അത് ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ്സ് കംപ്ലീറ്റ്ലി ഇതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ ആ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അത്രയും കിടിലായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന അമ്പോ ലെവൽ ഐറ്റം. അതുപോലെ തന്നെ ഒരു ലയൻ്റെ ഫൈറ്റ് ഒക്കെ ഉണ്ട്. ലയൺ വേഴ്സസ് ഈവൻ വിക്കി കൗശൽ വേഴ്സസ് ലയൺ എന്ന് പറഞ്ഞൊരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതിൽ VFX ഒക്കെ കിട്ടു ഐറ്റം. നമ്മളൊരു സിനിമ, ഇന്ത്യൻ സിനിമയിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ബജറ്റിൻ്റെ ലിമിറ്റിൽ വെച്ചിട്ട് അവർ ചെയ്തിരിക്കുന്നത് ടോപ്പ് നോച്ച് ഐറ്റം VFX ഒക്കെ. അതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഔറംഗസേബിൻ്റെ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത് അക്ഷയ ഖന്ന എന്ന് പറയുന്ന ആക്ടറാണ്. അമ്പോ പുള്ളിയുടെ ഒരു സ്വാഗ് ഉണ്ട് ഡേ. കുറച്ച് ഓൾഡാണ് ക്യാരക്ടർ, ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ പുള്ളി അതിന് കൊടുത്തിരിക്കുന്ന ഒരു സ്വാഗ് അമ്പോ ഒരു നടത്തൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഓരോ ലുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ലെവലിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ പറയില്ലേ, സ്ക്രിപ്റ്റ് എഴുതി വെച്ചാലും അത് സ്ക്രീനിൽ എത്തുന്ന സമയത്ത് ആക്ടേഴ്സിൻ്റെ കയ്യിലാണ് സിനിമ എന്ന് പറയുന്നത് പോലെ അവരാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വിക്കി കൗശൽ ഒരു രക്ഷയില്ല. പിന്നെ രശ്മികയുടെ ക്യാരക്ടർ ഉണ്ട്. അത് ഓക്കെ, വലിയ റോളൊന്നുള്ള സംഭവമല്ല. പക്ഷെ പുള്ളിക്കാലത്ത് ഡയലോഗ് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടേ ബൈ ഹാർട്ട് പഠിച്ച് പറഞ്ഞാണെന്ന് തോന്നത്തേ ഇല്ല. അതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. സത്യം, അവളിങ്ങനെ പറയുന്ന സമയത്ത് സ്ലാങ് ഉണ്ടല്ലോ, ഹിന്ദി നമ്മൾ നോർത്ത് ഇന്ത്യക്കാരല്ലാത്തവർ ഹിന്ദി സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ലാങ് ആവരും. അത് ഇതുപോലെ തന്നെയാണ്. വോ ആ രഹാ ഹേ, വോ അബി ആ രഹേഗോ ആയേഗ. അതിൻ്റെ ആ കംപ്ലീറ്റ്ലി നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഡയലോഗ് ഡെലിവറിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുടെ വെറുപ്പിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല, അതുകൊണ്ട് വെറുപ്പിച്ചിട്ടില്ല എന്ന് പറയാം. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എന്താ പറയുക, നമ്മൾ കഞ്ഞി പോയി പ്രതീക്ഷിച്ച് കിട്ടിയത് ബിരിയാണി എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു ചാവ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സിനിമ കാണുമ്പോഴേ എത്രത്തോളം കണക്ഷൻ കിട്ടും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ ഒരു ബേസിക് ആയിട്ട് ഒരു ത്രെഡ് എന്നാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയത്ത് പോയി കാണുമ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ഛത്രപതി ശിവാജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ പൊളിറ്റിക്കലി ആണത് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട, സിനിമ എന്നുള്ള രീതിയിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ പടമാണ്. അതുകൊണ്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ.